അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 25 വർഷത്തിലേറെക്കാലം സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയ ഒരാളാണ് സക്കരിയ സ്വലാഹി. പല സംവാദങ്ങളിലൂടെയും ഗണ്ണന പ്രസംഗങ്ങളിലൂടെയും പച്ചക്കളവ് മാത്രം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന സക്കരിയ സ്വലാഹി 25 വർഷക്കാലം സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി പരിശ്രമിച്ച, അതിനുവേണ്ടി പല കള്ളത്തരങ്ങളും പറഞ്ഞു നടന്ന, എന്നെ മുശ്രിക്കാക്കിയില്ലേ എന്ന് നിലവിളിക്കേണ്ട ഗതികെട്ട അവസ്ഥയിൽ വരെ എത്തിയതിന് ശേഷമാണ് KNM-ൽ നിന്ന് വളരെ വേദനയോടുകൂടി സക്കരിയ സ്വലാഹി പടിയിറങ്ങിയത്. പോയതാവട്ടെ വിസ്റ്റം ജിന്ന് മുജാഹിദിലേക്കും. അവസാനം അവരുടെ തൗഹീദും ശരിയല്ല എന്ന് കണ്ട് അവിടെ നിന്നും പടിയിറങ്ങി. അവസാന കാലഘട്ടത്തിൽ ചില മാറ്റങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടായി എന്നുള്ളതും വളരെ ശരിയാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലൽ ശിർക്കാണെന്ന് അനേക വർഷം ഗണ്ണന പ്രസംഗങ്ങളും സംവാദങ്ങളും നടത്തിയ സക്കരിയ സ്വലാഹി അവസാന കാലഘട്ടമെത്തിയപ്പോൾ വാചകത്തിൽ ശിർക്കില്ല, പക്ഷേ അത് സമസ്തക്കാർ ചൊല്ലാൻ പാടില്ല, വഹാബികൾ ചൊല്ലിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്? ആ സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കും, അറിയും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അത്രേ സമസ്തക്കാർ ചൊല്ലുന്നത്. അത് ശിർക്കാണ് പോലും. സ്വലാത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുമെന്നും അറിയിക്കുമെന്നുമുള്ള ഹദീസുകൾ ഈ വഹാബി തള്ളിയതാണ്. അതിന് കാരണം ഒരു സന്തോഷമുണ്ട്. ആദ്യമൊക്കെ നാരിയത്തു സ്വലാത്ത് ചൊല്ലൽ ശിർക്കാണെന്ന് പറഞ്ഞ മൗലവി അത് ശിർക്കാണെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. ഫൈസൽ മൗലവിയെ കൊണ്ടും അതൊക്കെ പറയിപ്പിച്ചു. പിന്നീട് ഫൈസൽ മൗലവി അത് മാറ്റി പറഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. നാരിയത്തു സ്വലാത്തിന്റെ വാചകത്തിൽ ശിർക്കില്ല എന്നും അത് മുജാഹിദുകൾ ചൊല്ലിയാൽ ശിർക്കാവുകയില്ല, ബിദ്അത്താവുകയില്ല എന്ന വാദത്തിലേക്കെങ്കിലും അവരെ കൊണ്ട് എത്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വൻ വിജയം തന്നെയാണ്. എന്നാൽ മരണത്തിന് ശേഷവും അയാളെ വെറുതെ വിടാൻ അവർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സക്കരിയ സ്വലാഹി സലഫി അല്ല, അയാൾ അവസാന കാലഘട്ടത്തിൽ പിഴച്ചുപോയ ആളാണ് എന്നാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് 2012-ലോ 2017-ലോ 2018-ലോ ഒന്നും പറഞ്ഞതല്ല. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ജിന്ന് മുജാഹിദിന്റെ നേതാവ് പറഞ്ഞതാണ്. സക്കരിയ സ്വലാഹി സലഫി അല്ല, അയാൾ പിഴച്ചവനാണ്, അയാൾ നരകത്തിലാണ്. അതുകൊണ്ട് തന്നെ മുജാഹിദുകൾക്ക് ഷർറായ സക്കരിയ സ്വലാഹി പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. ജിന്ന് മുജാഹിദ് മൗലവിയുടെ പ്രഭാഷണം തന്നെ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ നിർബന്ധമായും എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. വഹാബികൾ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വീഡിയോ കൂടിയാണിത്. നമ്മളെ മുശ്രിക്കാക്കാൻ നടന്നവർ ഇപ്പോൾ പരസ്പരം മുശ്രിക്കുകളായി കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബിദ്അത്തിന്റെ കക്ഷികളാക്കാൻ നോക്കിയവർ, നമ്മളെ നരകത്തിലേക്ക് വലിച്ചേക്കാൻ നോക്കിയവർ ഇപ്പോൾ പരസ്പരം നിങ്ങളാണ് നരകത്തിലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും മുജാഹിദ് നേതാക്കന്മാരെ വെറുതെ വിടാതെ അവരെ വരെ നരകത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണിപ്പോൾ വഹാബികളുള്ളത്. ഇത് അല്ലാഹു തആല അവർക്ക് നൽകിയ തിരിച്ചടിയാണ്. നമുക്കെല്ലാവർക്കും കൂടെ അത് കേട്ടു നോക്കാം. വേറെ കുറെ ആളുകൾ തൗഹീദാന്ന് പറയുക ഇല്ലേ? അപ്പോ ഇത് ജബ്ബാർ മൗലവി പഠിപ്പിച്ചതാ. അതുകൊണ്ടാണ് നമ്മുടെ സക്കരിയ മൗലവി പറഞ്ഞത് ഫൈസൽ തൗബ ചെയ്യണം. അനസ് തൗബ ചെയ്തിട്ടില്ലേ? അതുപോലെ തൗബ ചെയ്യണം. കേട്ടോ, നിങ്ങൾ നോക്കിയപ്പോ നാരിയത്ത് സലാത്തുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെ? നാരിയത്ത് സലാത്ത് കേരളത്തിലെ സമസ്തക്കാർ ചെല്ലുന്നത് അത് ശിർക്കൻ സലാത്ത് തന്നെയാണ്, നരകത്തിൽ പോകുന്ന സലാത്ത് തന്നെയാണ്. കാരണം എന്താ? റസൂലുള്ളാഹിനെ കൊണ്ടാണ് പ്രയാസം നീങ്ങുന്നത്, റസൂലുള്ളാഹിനെ കെട്ടിക്കൊടുക്കാൻ നയിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ നാരിയത്ത് സലാത്ത് ചെല്ലുന്നത്. എന്നാൽ ആ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാള് ലബ്ബാദാരിമിയോട് ചോദിച്ചു. ഒരു ആൾക്ക് ആ വിശ്വാസമൊന്നുമില്ല. തെക്കൻ കേരളത്തിലൊക്കെ ഉണ്ട് റസൂൽ കേൾക്കൊന്നും കാണുന്നൊന്നും വിശ്വസിക്കാത്ത മദ്ഹബിന്റെ പേരിൽ മാത്രം ഹനഫികളായി ജീവിക്കുന്ന ആളുകള് ലോകത്തിലെ പല ഭാഗത്തുണ്ട്. അങ്ങനെയുള്ള ഒരാള് നാരിയത്ത് സലാത്ത് ചൊല്ലുകയാണ്.
റസൂലുള്ളാഹിക്ക് സലാത്തും സലാമും പറഞ്ഞിട്ട് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്കൽ അഴിയുന്നു. തൻഫരിദു ബിഹിൽ ഖുറബ്, നബിയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങുന്നു. ഖുബലാദിഹിൽ ഹവായിജ്, നബിയെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. നബി ആവശ്യം നിർവഹിക്കുന്നുമില്ല, നബി കെട്ടിക്കൊടുക്കയക്കുന്നുമില്ല, നബി പ്രയാസം നീക്കുന്നുമില്ല. കരീം, നബിയുടെ മുഖം കൊണ്ട് മഴയെ തേടപ്പെടാറുണ്ട്. നബി ചെറുതാകുമ്പോ അബ്ദുൽ മുത്തലിബ് കാബത്തിനെ പോയി കുട്ടിയെ മത്സ്യ പിടിച്ചിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മഴ കിട്ടാറുണ്ട്. ഇത് മതഹായിട്ട് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഈ വക വിശ്വാസങ്ങളൊന്നുമില്ലെങ്കിൽ അതിന് ശിർക്ക് വരുമോ? ഒരാൾ ചോദിച്ചതാണ്. അയാൾ നാരിയത്ത് സ്വലാത്ത്, ആ നാരിയത്ത് സ്വലാത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കിയതാണ്. അത് ഇത്ര വട്ടം കഴിഞ്ഞാൽ ഇന്ന മൂല്യമുണ്ട്, ഇന്ന ദിവസം ചെല്ലുക, ഇന്ന മുറാജാസിലാകും എന്നൊക്കെ വിശ്വാസത്തിലാണ്, തനിച്ച വിദാത്താണ്. എന്നാൽ ആ വിശ്വാസത്തിൽ ആ വരികൾ മാത്രം ആൾ പറഞ്ഞാലോ? ഏതുപോലെ ഇപ്പൊ യായിബാകുന്ന പോലെ തന്നെ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു നേടിയ ശിർക്കാണ്. പക്ഷെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയുടെ ഉദ്ദേശമൊന്നും ഇല്ലാതെ പറഞ്ഞാലോ? ഇങ്ങനെയാണെങ്കിലോ ശിർക്ക് വരുന്നില്ല. അപ്പൊ യായിബാദുള്ള ചർച്ച ചെയ്യുമ്പോഴാ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത്. നമ്മൾ പറഞ്ഞു ശിർക്കാകുന്ന ഒരു വ്യാഖ്യാനത്തിനുണ്ട്. അത് നരകത്തിലേക്ക് പോകുന്ന സലാത്ത് തന്നെയാണ്, സമസ്തക്കാർ ചെന്ന അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാള്, നാരിയത്ത് സലാത്ത് ഒരു പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞാലോ അതിൽ ശിർക്ക് വരൂല, ആ വരികളിൽ ശിർക്കില്ല. ഇത് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ പല ആളുകളും വിവാദം ഉണ്ടാക്കി, പക്ഷെ നമ്മൾ നിന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ അറിയോ, ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചു, ജക്കരിയ സലാഹി ഇങ്ങനെ പറഞ്ഞല്ലോ, ലബ്ബാദാരിമി ഇങ്ങനെ പറഞ്ഞല്ലോ. ലബ്ബാദാരിമി പറഞ്ഞതും ശരിയാണ്, ജക്കരിയ സലാഹി പറഞ്ഞതും ശരിയാണ് എന്ന് ന്യായീകരിച്ചു. ആര്? ഫൈസൽ മുസ്ലിയാർ ന്യായീകരിച്ചു. പക്ഷെ എന്താ ഉണ്ടായതറിയോ, ഇപ്പൊ മൂപ്പര് സംഘടനാ മുതലാളിമാർക്ക് വേണ്ടി അത് തിരുത്തി പറഞ്ഞു. അതിന്റെ വഴികളിൽ തന്നെ ചുരുക്കുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പോന്നത് എന്തിനാ? കേന്ദ്ര തൗഹീദ് തിരുത്തി നട്ടാ നമ്മൾ പോന്നത്. അപ്പൊ ഇവരും തിരുത്തിയില്ലേ? ഇവരും തിരുത്തിയിലെ സുഹൃത്തുക്കളെ. അപ്പൊ ഇവർ തന്നെ യഥാർത്ഥത്തിൽ വിഷയം തൗഹീദൊന്നും അല്ല. തൗഹീദ് 2012 എന്ന് പറഞ്ഞു നമ്മള്. ഇപ്പെന്തായി? ഇപ്പൊ വിസ്ഡം തൗഹീദായി അല്ലേ? വിസ്ഡം തൗഹീദ് കഷ്ടം തൗഹീദാകാൻ പോവുകയാണ്. കാരണം ഫൈസൽ മുസ്ലിയാർ തൗബ ചെയ്യേണ്ടി വരും. അനസ് മുസ്ലിയാർ തൗബ ചെയ്തു. ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്രത്തിന്റെ ആളുകളെ ജാമ്യയിൽ പോയിട്ട് ആളുകളെ മുമ്പിലെത്തി ജയജയ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ ആണുങ്ങളെ പോലെ മൂപ്പരവാദത്ത് പറഞ്ഞാൽ ഞാൻ തെറ്റ് തിരിച്ചുപോയി തൗഹീദിലേക്ക് എന്നാണ് മൂപ്പര് പറയുന്നത്. എന്നാ ഇയാളങ്ങനെ തൗബ ചെയ്യണ്ടേ? ഇയാൾ തൗബ ചെയ്യട്ടെ, ഒരു തൗബ സംഗമം തന്നെ നടത്തട്ടെ, ലജ്ജന കൂടിയിട്ട്. മുമ്പ് പറഞ്ഞു അതിന്റെ വരികളിൽ ശിർക്കില്ല. ആ മാത്രല്ല മധുകുദ്ദേശിച്ച് ചെല്ലിയ കൂലി കിട്ടും എന്ന് വരെ പറഞ്ഞു. മനസ്സ് തിരുത്തിയത് കേജയി പറഞ്ഞിട്ടാണ്. ഇയാൾ ആര് പറഞ്ഞിട്ടാ തിരുത്തിയത്? കേജയി ഞങ്ങൾക്ക് ആയത്തോടി തന്നു, അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യുന്നു. ഇയാൾ തൗബയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മുസ്ലിയാരങ്ങളൊന്ന് തൗബ ചെയ്യണം. നിങ്ങളിങ്ങനെ മുതലാളിമാർക്ക് കൊണ്ട്, സംഘടനാ മുതലാളിമാർക്ക് കൊണ്ട് വാദം മാറ്റിയാണെങ്കിൽ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ ഒന്നും പിടുത്തം കിട്ടിയില്ലെങ്കിൽ അയാളെന്നിപ്പോ വെറും തട്ടിയാല് സംഘടനാ മുതലാളിമാർക്ക് വേറെ ആളെ കിട്ടുമ്പോ ആദ്യം അങ്ങോലൊക്കെ മറക്കും, ഓലൊക്കെ തട്ടും. അങ്ങനെ തട്ടിയാൽ ഇയാൾ ചിലപ്പോ മറ്റിക്കന്നെ തിരിച്ചു പോവോ? എന്റെ വാപ്പ മന്ത്രവാദിയാണ്, മമ്പുറഞ്ചാറത്തിലെ മന്ത്രവാദിയാണ്. അങ്ങോട്ട് ഫൈസൽ മുസ്ലിയാർ തിരിച്ചു പോകുമോ? ഇതേതാ സാധനം ഉഷാറാണല്ലോ. ഒരു വിവരവും ഇല്ല, വിവരമില്ല എന്നുള്ള വിവരവും ഇല്ല. എന്ത് ജന്മങ്ങളാണ് ഇതൊക്കെ, വല്ലാത്ത ജാതി. ഈ ആള് സലഫിയാണ് എന്ന് പറയൽ ഒരു മുസ്ലിമായ വ്യക്തിക്കും അനുവാദമില്ല. ഹത്ത ഏതുവരെ? അവൻ അറിയുന്നത് വരെ മിന്നു ആ വ്യക്തിയിൽ നിന്ന് അത് യുദ്ധമായിട്ട് അവൻ ഒരുമിച്ചിട്ടുണ്ട് ഫീഹി ഹിസാലു സുന്ന, സുന്നത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും. ഇതെന്താ ഞാൻ പറയുന്നത് അറിയുമ്പോ, കാരണം നമ്മുടെ നാട്ടിൽ സക്കരിയ സുലാഹി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടുപോയി. അക്കാലഘട്ടത്തിൽ ആ മനുഷ്യൻ വിസ്ഡം എന്ന് പറയുന്ന സംഘടനയെ ഉപേക്ഷിച്ച് പുറത്തു വന്ന സാഹചര്യത്തിൽ നമ്മുടെ യഹോടും നമ്മളും ഒക്കെ നമ്മളന്ന് പഠിക്കുകയാണെന്ന് തോന്നുന്നു. കൃത്യമായി ഏത് വർഷമല്ല, നമ്മളൊന്നില്ല,
നമ്മളതിനെ കുറെ കഴിഞ്ഞിട്ടാണ്. 2011 പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതും ചർച്ച ചെയ്തൊക്കെ നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ ഇഖ്വകൾ ഇപ്പോഴും പറയുന്നു, നമ്മുടെ ദായിമാർ ഇപ്പോഴും പറയുന്നു, അന്ന് പറഞ്ഞിരുന്നു എന്ത്, അദ്ദേഹം സലഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനെ നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. അവർ പറഞ്ഞു അദ്ദേഹം സലഫിയാണ്. ഇത് നമ്മളോട് അവർ ചോദിച്ച ചോദ്യം എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെ സലഫിയത്തിൽ നിന്ന് പുറത്താക്കുന്നത്? അപ്പൊ നമ്മളന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ ഉസൂലുകൾ പണ്ഡിതന്മാർ എഴുതി വെച്ചതല്ലേ. നമ്മൾ പ്രബഹാരിയാണ് പറയുന്നത് എന്താണ്, ലാ യഹില്ലു, അനുവദനീയമല്ല, ഈ റജുലിൻ മുസ്ലിമിൻ, ഒരു വ്യക്തിക്ക്, മുസ്ലിമായ ഒരു വ്യക്തിക്ക്, ആ യഖൂല, പറയൽ, എന്തെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടോ നോക്കിക്കൊള്ളണം, ഫുലാനുൻ സ്വാഹിബു സുന്ന, ഒരാള് സുന്നത്തിന്റെ ആളാണ്, അന്നത്തെ കാലത്ത് അഹ്ലു സുന്ന, ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും സലഫി എന്ന് പറയൽ ഒരു വ്യക്തിക്കും അനുവദനീയമല്ല. ഹത്താ യഅലമ, അവൻ അറിയുന്നത് വരെ, അന്നഹു, നിശ്ചയമായും, അന്ന വ്യക്തി, അവ ആരാണോ പറയുന്നത് ആ വ്യക്തി, അത് ഇഷ്ടമായിട്ട് ഫീ ഖിസാലു സുന്ന, സുന്നത്തിന്റെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട് എന്ന് അറിയുന്നത് വരെ. ലാ യുഖാല ലഹു, അവനെ കുറിച്ച് പറയാൻ പാടില്ല, സ്വാഹിബു സുന്നത്തിൻ ഹത്താ തജ്തമിഉ ഫീഹി സുന്നത്തു കുല്ലുഹാ, സുന്നത്തെല്ലാം അവൻ ഒരുമിച്ചു എന്ന് മനസ്സിലാവുന്നത് വരെ പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച വരാൻ കാരണം? അതായത് സക്കരിയ സ്വലാഹി വിസ്ഡം സംഘടനയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഇവരെന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ സലഫിയാണ് എന്ന് പറയുകയാണ്, അതിന്റെ പേരിൽ മാത്രം. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന യമനിലെ മശായിഖുമാർ. ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ ഒത്തിച്ചൊരിയുന്ന ശുബഹത്തുകളെയും ബിദ്അത്തുകളെയും ഇൽഹാദുകളെയും ഒരു അണക്കെട്ട് കൊണ്ട് വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളെ തടഞ്ഞു നിർത്തും പോലെ, ഇല്ലെങ്കിൽ കുത്തൊഴുക്കുകളെ തടഞ്ഞു നിർത്തും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ ഇക്കാലഘട്ടത്തിൽ സംരക്ഷിച്ച് പിടിച്ചു നിർത്തുന്ന യമനിലെ മശായിഖുമാർ. ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ദീനിനെ മുറുകെ പിടിച്ച് വിദ്യാർത്ഥികളെ ഇൽമ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച, ഏത് സമയവും ഖുർആനും സുന്നത്തും ജീവിതത്തിൽ അത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത യമനിലെ മശായിഖുമാർ, സൗദി അറേബ്യയിലെ മശായിഖുമാര്, അവരും അങ്ങനെ തന്നെയാണ് മഹാന്മാരെ മശായിഖുമാർ. കാരണം ഇവരിപ്പം നമ്മുടെ ഷാഹിദ് യമനിലെ മശായിഖുമാരോടാണ് പറയുന്നത്. അങ്ങനെ ജീവിക്കുന്ന മശായിഖുമാരെ കുറിച്ച് മോശമായി സംസാരിച്ചു അദ്ദേഹം. രണ്ടാമത്, ഇദ്ദേഹം വിസ്ഡം സംഘടനയിൽ നിന്ന് പുറത്തിറങ്ങുകയും പിന്നീട് അദ്ദേഹം അഭിപ്രായം മാറ്റിയെന്ന് ചില ആളുകൾ എന്നോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് ഞാനത് കേട്ടിട്ടില്ല. എനിക്ക് ചില ആളുകൾ എന്നെ ബന്ധപ്പെട്ട് ആ ഓഡിയോ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വിസ്ഡം സംഘടനക്കാർ അഹ്ലുസുന്നയാണ് എന്നാണ്. അവരും അഹ്ലുസുന്നയാണ്, നമ്മളും നിങ്ങളും അഹ്ലുസുന്നയാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. അവരോട് നന്മയിൽ പ്രവർത്തിക്കാം, പ്രശ്നമില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നു. യമനിൽ തന്നെ അവിടെ ഏതൊരു സാധാരണക്കാരന് പോലും, പുറത്തുള്ള ആൾക്കാരെ ഞാൻ പറയുന്നത്, യമനിൽ പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യമനിൽ പോയ മനുഷ്യനാണ്. മുഹമ്മദ് ഇമാം എന്ന് പറയുന്ന അവിടുത്തെ പണ്ഡിതന്മാരെല്ലാ പേരും പറഞ്ഞു ഇദ്ദേഹം ശരിയായ പാതയിലല്ല. അതൊരു സാധാരണക്കാർക്കും മനസ്സിലാവും, സുഹഫി പത്രക്കാർക്ക് വരെ മനസ്സിലായി ഇദ്ദേഹം ആരുടെ കൂടെയാണ്, യമനിലെ യുദ്ധത്തിൽ റാഫിദകളുടെ കൂടെയാണ്. പത്രക്കാർ വരെ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് പത്രത്തിൽ. എല്ലാ സലഫി പണ്ഡിതന്മാരെന്ന് പത്രക്കാർ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ജമിയത്തിലുള്ള ആൾക്കാരെയും എല്ലാ ആൾക്കാരെയും, എല്ലാവരും ആരുടെ കൂടെയാണ്? ശറഈ ഗവൺമെന്റിന്റെ കൂടെയാണ്, ഒഫീഷ്യൽ ഗവൺമെന്റിന്റെ കൂടെയാണ്. രണ്ടുപേരൊഴികെ, മുഹമ്മദ് അൽ മഹദി എന്നാണോ അൽ മഹദി, എന്തോ ഒരു മഹദി, അവിടുത്തെ ഒരു ജമിയത്തിന്റെ നേതാവും മുഹമ്മദ് അൽ ഇമാമും ആരുടെ കൂടെയാണ്? ഹൂസി ഗവൺമെന്റിന്റെ കൂടെയാണ്. പത്രത്തിൽ എഴുതിയിട്ടുണ്ട് പത്രക്കാര്. ആ പത്രം എന്ന് ഓർമ്മയില്ല, ഞാൻ അന്ന് യമനിൽ വെച്ച് പഠിച്ചത്. അങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്ത് തുലബിലിമിന് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുക. അപ്പൊ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സലഫി എന്ന് പരിചയപ്പെടുത്താനായിട്ടില്ല. എന്നാൽ ഇവര് പറയാൻ, നിങ്ങൾ എങ്ങനെ സലഫി അദ്ദേഹത്തിനെ പുറത്താക്കും?
ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് സലഫി എന്നുള്ള ഹുക്കുമ കൊടുക്കുക? കാരണം അദ്ദേഹം ആദ്യം മടവൂരിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മടവൂരിൽ പ്രവർത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾ ചോദിച്ചു, അദ്ദേഹം മടവൂരിലേ പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ മടവൂർ എന്ന് പറയുന്ന സംഘടനയല്ല ഉദ്ദേശിക്കുന്ന അവരുടെ ആദർശത്തിനെയാണ്. 2002 സ്പ്ലിറ്റ് ആവുന്ന മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനത്തിനുള്ളിൽ മടവൂർ സംഘം എന്ത് ആശയം കൊണ്ടാണോ പിരിഞ്ഞു പോയത് ആ ആശയമുണ്ട്. സക്കറിയ സലാഹി തന്നെ പറയുന്നുണ്ട്, സലാം സുല്ലമിയുടെ അടുത്താണ് ഞാൻ പഠിച്ചത്, അദ്ദേഹമായിരുന്നു എന്റെ ഷേഖ്. അദ്ദേഹം പറഞ്ഞിട്ട് നമ്മളൊക്കെ എന്ത് വിശ്വസിച്ചിരുന്നു? സേറ് ഫലിക്കൂല, സേറ് ഫലിക്കാൻ വിശ്വസിച്ചാൽ ഷിർക്കാവും എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു. ആര് പറയാൻ? സക്കറിയ തന്നെ പറയാൻ തൗബ ചെയ്തു. ഞാൻ പറഞ്ഞത് ആദ്യം അദ്ദേഹം അവരുടെ കൂടെ, പിന്നീട് അത് തൗബ ചെയ്ത് ആരുടേക്ക് വരികയാണ്? KNM, ഔദ്യോഗിക KNMലേക്ക് വരികയാണ്. ഈ ഔദ്യോഗിക KNMന്റെ അവസ്ഥ എന്താണ്? അന്നത്തെ ഔദ്യോഗിക KNM സിഹിർ ഒരാളെ നിഷേധിച്ചാലും അംഗീകരിച്ചാലും ഒന്നും മൻഹജിലുള്ള ഒരു വ്യതിയാനമായി അത് പരിഗണിക്കാൻ പറ്റൂല എന്നായിരുന്നു അന്നത്തെ ഔദ്യോഗിക KNMന്റെ നിലപാട്. ഈസാ നബി അലൈഹി വസല്ലം മരിച്ചുപോയി എന്ന് വിശ്വസിച്ചാലും ഇപ്പോഴും ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാലും അത് രണ്ടും മൻഹജിൽ വ്യതിയാനമല്ല എന്ന് പറഞ്ഞ KNMമാണ് അന്നത്തെ ഔദ്യോഗിക KNM. അങ്ങനെ പല പ്രശ്നങ്ങൾ, എന്തൊക്കെ KNMന് പ്രശ്നമുണ്ടോ അതൊക്കെ അന്നുമുണ്ട്. ആ KNMലാണ് അദ്ദേഹം രണ്ടാമത് പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനം ഏതുവരെ തുടർന്നു? 2011 വരെ തുടർന്നു, 2012 കാലഘട്ടം വരെ. അതിനുശേഷമാണ് ജിന്ന് വിഷയം ഉണ്ടാവുകയും ഈ KNM, ഔദ്യോഗിക KNM രണ്ടായി സ്പ്ലിറ്റ് ആവുകയും ചെയ്തു. അതിൽ ദഅവ, ഞാൻ പറയും, ഔദ്യോഗിക KNMൽ പ്രവർത്തിക്കുന്ന ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ആ ആശയങ്ങൾ വിദ്യാർത്ഥിന്റെ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ പേറിയവൻ വിദ്യാർത്ഥികാരനാണ്. മടവൂർ ആശയം സംഘത്തിന്റെ ആശയങ്ങൾ പേറിയവനും വിദ്യാർത്ഥികാരനാണ്. ഞാൻ ഓരോ വ്യക്തിയും വിദ്യാർത്ഥികാരനാണെന്നല്ലേ പറയുന്നത്. ആശയം ആരുണ്ട്? ഇത്ലാഖ് ചെയ്ത് നമ്മൾ പറയാം ഹുക്മ, ഇത്ലാഖ് ചെയ്ത ഹുക്മ പറയാം, തഈൻ ചെയ്ത ഹുക്മ പറയാം. എപ്പോൾ ഇത്ലാഖ് ചെയ്തപ്പോ പറയുന്നത് ഞാൻ എടുത്തു പറഞ്ഞു, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ഔദ്യോഗിക KNMൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ആശയങ്ങൾ ആരെങ്കിലും പേറിയാൽ അവൻ എന്താണ്? അവന്റെ ഹുക്മ, അവൻ വിദ്യാർത്ഥികാരനാണ്. അത്രത്തോളം മോശപ്പെട്ട ആശയങ്ങളാണ് അവരുടെ അടുത്തുണ്ടായിരുന്നത്. തൗഹീദ് പറഞ്ഞിരുന്നില്ല നമ്മൾ പറയുന്നില്ല. അതിനുശേഷം 2012 സ്പ്ലിറ്റ് ഉണ്ടാവുമ്പോൾ രണ്ടായിട്ട് വീണ്ടും അവർ പിരിഞ്ഞു. അതിൽ KNMലുണ്ടായിരുന്ന ഒരുപാട് ആളുകളെ പുറത്താക്കി. എന്തായാലും എല്ലാവരും അഖീദയ്ക്കും മനസ്സിനും വേണ്ടി ഇറങ്ങി വന്നവരല്ല, പുറത്താക്കിയതാണ് എന്ന് ഈ കേരളത്തിലുള്ള എല്ലാ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാം. പുറത്താക്കിയതാണ് അവർ. എന്തിനു വേണ്ടി വന്നതല്ല, അഖീദയ്ക്കും മനസ്സിനും വേണ്ടി KNM എന്ന് പറയുന്ന അവരുടെ ആശയ ആദർശങ്ങൾ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചവരല്ല. അധികം ആളുകളെയും പുറത്താക്കിയാണ്. ആരെങ്കിലും ഉപേക്ഷിച്ച് എല്ലാവരും പുറത്താക്കിയെന്നല്ല നമ്മളുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവര് കത്ത് കൊടുത്ത് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോഴും അവരെ പുറത്താക്കപ്പെട്ടവരും അകത്തുള്ളവരും ഒന്നും എന്തല്ല, നമ്മുടെ വീക്ഷണപ്രകാരം, ശരിയായ സത്യത്തിന്റെ വീക്ഷണപ്രകാരം ഹക്കിലല്ല. അവര് ജിന്ന് പ്രശ്നത്തിന് വേണ്ടി ഭിന്നിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ജിന്ന് പ്രശ്നം വന്നപ്പോൾ, ജിന്ന് പ്രശ്നം സംഘടന കസേര പ്രശ്നം. അതിനുശേഷം പുറത്തു വന്ന സംഘത്തിൽ ആരുണ്ട്? സെക്രട്ടറിയുണ്ട്. മറിച്ച് ആ സംഘത്തിന്റെ മെയിൻ നേതാവായിരുന്നു സെക്രട്ടറി. അവർ കൂടിച്ചേർന്ന് ഒരു ദഅവ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയാണ് പിന്നീട് ഇഷ്ടമായത്. ഇതിലും ആ ദഅവ സമിതിയുടെ ആശയ ആദർശങ്ങളും നമ്മുടെ നമ്മുടെ വിജയത്തിന്റെ പ്രകാരം, നമ്മുടെ വീക്ഷണ പ്രകാരം സത്യത്തിലല്ല. ആ ആശയങ്ങൾ പേറിയാലും അവന്റെ ഹുക്മ വിദ്യാർത്ഥികാരനാണ്. ഞാൻ പറയുന്നതല്ല, ഇത്ലാഖ് ചെയ്താ പറയുന്നത്, തഈൻ ചെയ്തല്ല. അവന്റെ ഹുക്മ എന്താണ്? വിദ്യാർത്ഥികാരനാണ്. കാരണം അവര് വലാപറായിൽ പ്രശ്നമുണ്ട്, എന്ന് ബിസിനസ് സംഘടനയ്ക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം അതിലുണ്ട്. ഈ ദഅവാ സമിതിയിൽ നിന്ന് സക്കറിയ സലാഹി ഇറങ്ങിപ്പോവുകയോ അദ്ദേഹത്തിനെ എന്താ പുകച്ചു പുറത്തിയടിക്കുക എന്ന പരിപാടിയുണ്ട്. പുകച്ചു പുറത്തിയടിക്കുക, ഒരാളെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ പുകച്ചു പുറത്തിയാക്കി. കാരണം അദ്ദേഹം കുറച്ചൊക്കെ എന്ത് പറഞ്ഞു, ഹക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിനെ പുകച്ചു പുറത്തിയടിച്ചു. ഈ പുറത്ത് ഇറങ്ങുന്ന സക്കറിയ സലാഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇസ്ലാത്തിന്റെ ആശയാദർശത്തിലാണ് ഉണ്ടായിരുന്നത്. ആ പുറത്ത് വന്നൊരു മനുഷ്യൻ ഒറ്റയടിക്ക് എങ്ങനെയാണ് സലഫിയാവുന്നത്? ഈ പാതയിൽ വന്ന ഒരു മനുഷ്യ സമയത്ത് ഒറ്റയടിക്കുമ്പോൾ സലഫിയത്തിന്റെ ഹുക്ം അദ്ദേഹത്തിന്റെ മേലെ കൊടുക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ സക്കറിയ സലാഹി വിദ്യാർത്ഥികാരനാക്കി? നമ്മൾ വിദ്യാർത്ഥികാരനാക്കിയിട്ടില്ല, നിങ്ങൾ സലഫിയാക്കിയതിനെ ചോദ്യം ചെയ്തതാണ്. നമ്മളൊരാളെ വിദ്യാർത്ഥികാരനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുന്നിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ വന്നിട്ട് നമ്മൾ തബ്ദീഗ് ചെയ്തു, അങ്ങനെ ഒരു കാര്യമേ കേരളത്തിൽ നടന്നിട്ടില്ല.
മറിച്ച് നിങ്ങൾ പറഞ്ഞു അദ്ദേഹം സെലഫി, നമ്മൾ പറഞ്ഞു എങ്ങനെ സെലഫിയാവും? ഇതാണ് അദ്ദേഹത്തിന്റെ സീറത്ത്. അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം ഇക്കാര്യങ്ങളാ പറഞ്ഞത്. അദ്ദേഹത്തിനോട് നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായ വെറുപ്പുണ്ടായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഏതൊരു മനുഷ്യനും സ്വർഗത്തിൽ പോകണമെന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനോട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് ആരായിരിക്കും? നമ്മളായിരിക്കും, നിങ്ങളല്ല. സക്കരിയ സുലായിയോട് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നത് നമ്മളാണ്. കാരണം അദ്ദേഹം ചരിച്ച ആ പാതയിൽ ചരിക്കല്ലേ എന്ന് അദ്ദേഹത്തിന് അണികളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ്. നിങ്ങൾ ജനങ്ങളെ അവിടെ തന്നെ കെട്ടിയിടുകയാണ്, നമ്മൾ ജനങ്ങളെ തുറബിലേക്ക് മശായിഖ്മാരിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാപഭാരം എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സക്കരിയ സുലായിയോട് നന്മ പ്രവർത്തിക്കുന്നത് നമ്മളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും നരകത്തിൽ പൊയ്ക്കോട്ടെ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കൂ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിൽ പോകാൻ വേണ്ടി അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ആഗ്രഹിക്കില്ല. ഒരു വിദ്യാർത്ഥികാരൻ മരിക്കുമ്പോൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് അൽഹംദുലില്ലാഹ് പറയും. കാരണം അവന്റെ ഷറിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു. രണ്ടാമത് അവന്റെ പാപഭാരവും കുറഞ്ഞു. പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥികാരനാണെങ്കിൽ പോലും അവനോട് ഏറ്റവും റഹ്മത്തുള്ളത് അവന്റെ കൂട്ടാളികൾക്കല്ല, അഹ്ലു സുന്നക്കാണ്. കാരണം ആ വിജയത്തിൽ നിന്ന് അഹ്ലു സുന്ന തടയുമ്പോൾ ആരുടെ പാപഭാരമാണ് കുറയുന്നത്? അവനിൽ നിന്ന് തഹദീർ ചെയ്യുമ്പോൾ ആരുടെ പാപഭാരമാണ് കുറയുന്നത്? ആ മനുഷ്യന്റെ പാപഭാരമാണ്. ഞാൻ അതിന്റെ ഇടയിൽ പറഞ്ഞത്. അപ്പൊ എന്തായാലും സക്കരിയ സുലായി എങ്ങനെയാണ് നിങ്ങൾ സലഫിയത്ത് കൊണ്ട് ഹുക്മ കൊടുക്കുക? ഇദ്ദേഹത്തിന്റെ അവസ്ഥ വിസ്തത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കെ എങ്ങനെ? അദ്ദേഹം വിശ്വസിക്കുന്നു വിസ്തം അഹ്ലു സുന്നയാണ്. അദ്ദേഹം വിശ്വസിക്കുന്നു യമനിലെ മശായിഖ്മാരിൽപ്പെട്ട, ഇല്ലെങ്കിൽ അവിടെയെല്ലാം മശായിഖ്മാർ, ഷെയ്ഖുൽ മശായിഖ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന എല്ലാ മശായിഖ്മാരുടെയും ഷെയ്ഖാണ് ഷെയ്ഖിയ. ആ ഷെയ്ഖിയ എന്താണ്? സുന്നത്തിന്റെ ഇമാമാണ് ഈ കാലഘട്ടത്തിൽ യമനിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഇമാമാണ് ഷെയ്ഖിയ. ലോകത്തൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ മശായിഖ്മാര് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഷെയ്ഖിനെ പറ്റി അദ്ദേഹം പഴിച്ചുപോയി എന്ന അർത്ഥത്തിൽ ജനങ്ങളുടെ അദ്ദേഹത്തിനെ അകറ്റുന്ന രൂപത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ മുഹമ്മദ് ഇമാമിനെ പോലുള്ള ആളുകളിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുക, ഇതൊന്നും എന്തല്ല അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഹിസാലിൽപ്പെട്ടല്ല. ലാ യഹില്ലു റജുലുൻ മുസ്ലിമിനെ യഖൂല ഫുലാൻ സ്വഹീബു സുന്ന ഹത്താ യഅലമ മിൻഹു അന്നഹു ഖദ് ഇസ്തമഅ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ധൃതി കാണിച്ചു. എന്നല്ല, നിങ്ങൾ ആ മൻഹജിലാണ് ഉള്ളത്. ഇപ്പോഴും നിങ്ങളുടെ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള രണ്ട് വിഭാഗം സ്പ്ലിറ്റ് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നദവി വിഭാഗം പുസ്തകത്തിനോട് കൂടുതൽ ശുദ്ധത കാണിക്കുന്നു. അത് മോശം എഴുതിയതാണ് നദവിക്കെതിരെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കി, നമുക്ക് ആരോടും വ്യക്തിപരമായ ഒരു വിദ്വേഷമോ, ജനങ്ങളെ അവരെന്തിന്റെ സഹതാപത്തിൽ പിടിക്കുകയാണ്. സക്കരിയ സുലായി അദ്ദേഹം ഇത്രയും ദീനിന് വേണ്ടി കഷ്ടപ്പെട്ടാലേ അന്ന് നമ്മൾ തള്ളിക്കണമെങ്കിൽ അദ്ദേഹം കഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതിയിട്ടുണ്ട്. ഒന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെടുമോ? ഒരു കാര്യം നഷ്ടപ്പെടില്ല. ഒരു കാര്യം അള്ളാഹുവിന്റെ അടുക്കൽ ആര് ചെയ്ത നന്മയും നഷ്ടപ്പെടില്ല. എന്നാൽ നമ്മൾ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൻഹജിൽ നിൽക്കുന്ന സമയത്ത് അവർ ഇഷ്ടങ്ങളെ പറ്റി സഹകരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായിരുന്നു, അവരുടെ നന്മയിൽ സഹകരിക്കാം. ആ നന്മ ഏതോ തിന്മ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം അവനുണ്ടോ? അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. നന്മയിൽ സഹകരിക്കാന്ന് പറഞ്ഞാൽ ഏതാ നന്മ? അത് പഠിച്ച വ്യക്തിയുടെ ആണോ നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സാധാരണക്കാരെ അറിയാമോ ഇത് നന്മയാണ് അതുകൊണ്ട് സഹകരിക്കാം, ഇത് തിന്മയാണ് സഹകരിക്കാൻ പാടില്ല? അവൻ എങ്ങനെ വേർതിരിക്കും? നന്മയെ സഹകരിക്കാന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ യഥാർത്ഥത്തിൽ ആരാണ് സക്കരിയ സുലൈയുടെ പാപഭാരം കുറയ്ക്കുന്ന? അഹ്ലു സുന്നത്താണ്. മനസ്സിലാക്കണം അല്ലേ? അല്ലാതെ നിങ്ങളല്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ പാപഭാരം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പണി എടുത്തുകൊണ്ട്. അവിടെ സഹോദരങ്ങൾ, ഇത് മശായിഖ്മാർ ഇല്ലെങ്കിൽ ഇമാമുമാര് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അതൊരു സുന്നിയായ ആളുടെ മുകളിൽ നമ്മൾ വിദേഹത്ത് കൊണ്ട് വിധിക്കും പോലെയല്ല. നമ്മളങ്ങനെ വിധിച്ചിട്ടില്ല. നമ്മളങ്ങനെ സുന്നിയായ ഒരാളുടെ വിദേഹത്തുകാരനാക്കുന്ന പരിപാടി നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വേണം എന്നുള്ളത് കൊണ്ടാണ് ഈ ബാബ് അതുമായി ചേർന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് പറഞ്ഞത്. ഇൻഷാ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ഹക്ക് മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും അതിൽ മരിക്കുവാനുള്ള തൗഫീഖ് തരട്ടെ. എന്താണ് നമ്മുടെ സഹതാപങ്ങൾക്കും വികാരങ്ങൾക്കും അപ്പുറം ശരിയെ പിന്തുടരാനും ഹക്കിനെ പിന്തുടരാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തരട്ടെ, തൗഫീഖ് തരട്ടെ. വികാരങ്ങൾ മാറ്റിവെച്ച് ശരിയായ വിവേകത്തോടുകൂടി സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ വിദേഹത്തുകാരിൽ നിന്നും അവരുടെ പാതയിൽ നിന്നും ഇക്കാലഘട്ടത്തിൽ ജനങ്ങൾ, ഈ ഇമാം അൽ-ബർബാരി തന്നെ പറഞ്ഞതാണ്, ഇക്കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാം യുദ്ധത്തിലായതുപോലെയാണ്. ഇപ്പൊ 1000 വർഷങ്ങൾ കഴിഞ്ഞ് ഇക്കാലഘട്ടമോ നമുക്ക് സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഹക്കോടുകൂടി ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് തരട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.